കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലും. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ജലജ അനന്തപുരി തറവാട് അങ്ങനെ വെട്ടിമുറിക്കാനായിട്ട് ചില ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് നേരെ മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശന് അസുഖം അറിഞ്ഞതിന് ശേഷം ഇനിയിപ്പൊ മുത്തശ്ശന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും? തനിക്കും തന്റെ മകനും ഒന്നും കിട്ടാതെ പോയാലോ? അതുകൊണ്ട് ഒരു വിൽപത്രം എഴുതാനൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആദർശൻ നയനെ പഴയപടി തന്നെ സ്നേഹത്തിലാവുന്നുണ്ട്. ആദർശന് നയനോടുള്ള ദേഷ്യങ്ങളൊക്കെ പതുക്കെ ഇല്ലാതാവുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബാറി വെച്ചാണെങ്കിൽ അഭി നിർമ്മൽ എന്ന് പറയുന്ന അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നവ്യയുടെ ഫ്രണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവനെ വെച്ചൊരു കളി കളിക്കാൻ തന്നെ അഭി തീരുമാനിച്ചു. അതിന് തെരഞ്ഞെടുക്കുന്ന വളരെ മോശം കാര്യമാണ്. കുറച്ച് പിക്ചേഴ്സൊക്കെ അവൻ്റെ നിന്ന് വാങ്ങിയിട്ട് അവനെ അഭിനയം നവ്യനെയും കൂടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം കാണിച്ച് നവ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജലജയ്ക്ക് തോന്നി ഇനിയിപ്പോ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഈ അച്ഛൻ അസുഖമാണെങ്കിൽ അധികം വൈകാതെ തന്നെ അച്ഛൻ തട്ടിപ്പോവും. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയണം. അങ്ങനെ ജലജ നേരെ മുത്തശ്ശൻ തന്നെയുള്ള സമയത്ത് മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ? ഈ രോഗം വന്ന് പിടികൂടിയാൽ പിന്നെ അത് ഒരിക്കലും പോകത്തില്ല. പിന്നെ ഏക പോകുമ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് സങ്കടം അതല്ല, അച്ഛന്റെ കാലശേഷം പിന്നെ ഞാനും അഭി പുറത്താവുമല്ലോ എന്ന് ഓർത്തിട്ടാ. എന്താ ജലജ നീ അങ്ങനെ പറഞ്ഞേ? അച്ഛനറിയാലോ, അച്ഛനുള്ളപ്പോ തന്നെ ഇവിടെ ഞങ്ങളെ രണ്ടുപേരെ ആർക്കും കണ്ടെടുത്താൽ കാണത്തില്ല. ഇനിയിപ്പൊ അച്ഛന്റെ കാലശേഷം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കോളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നിന്റെ മോന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ എല്ലാരും നിങ്ങളോട് ദേഷ്യപ്പെടുന്നേ, വെറുതെ അല്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. എന്നാലും അച്ഛാ, അതല്ലല്ലോ എൻ്റെ ശരി. ഇനിയിപ്പം അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണ്, അങ്ങനെ നടക്കട്ടെ. അച്ഛൻ്റെ കാലശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞല്ല, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അച്ഛൻ നേരത്തെ തന്നെ അതും കൂടെ എഴുതി വെച്ചാറേ. അച്ഛൻ്റെ കാലശേഷം മതി. ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥതയോടുകൂടി ജീവിച്ചോളാം. വെറുതെ എന്തിനാ ഇവിടെ കിടന്ന് അടിയും പടയൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ പോ, നമുക്ക് എന്താണെന്ന് വെച്ചൊരു തീരുമാനം എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആണെങ്കിലും നയന ഭയങ്കര സങ്കടത്തിലായിരുന്നു. നയന ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയി മനകുരി പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടെ വെച്ച് കനകേനെ കാണുവാണ്. കനകനെ കണ്ടു കഴിഞ്ഞപ്പം കനക നയനെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിക്കുക മാത്രമല്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നീ ഇവിടെ ഇങ്ങനെ തളർന്ന് നിൽക്കരുത്. അവിടെ നീ നല്ല ബോൾഡായിട്ട് നിൽക്കണം. നിന്റെ വീടാണത്. അപ്പൊ നീ അവരുടെ അടിമയൊന്നും അല്ല. നവ്യ കണ്ടില്ലേ, അവളെപ്പോലെ തന്നെ നീ ബോൾഡായിട്ട് നിൽക്കാൻ പഠിക്കുന്നൊക്കെ പറയാം. അത് മാത്രമല്ല, ഇനി അവൾ എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ ഈ വന്നാലും നീ ഒന്നും മൈൻഡ് ആക്കുക പോലും ചെയ്യണ്ട. നീ നിന്റെ കാര്യം നോക്കി മാത്രം ജീവിച്ചാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോണ്ട. പിന്നെ എന്ത് സപ്പോർട്ടിനും ഈ അച്ഛനും അമ്മ നിനക്കുണ്ടാവും. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ പോരെ, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. കാരണം അമ്മയുടെ ആശ്വാസവാക്കുകൾ എനിക്കൊരു കുളിർമഴയായിട്ടാണ് മനസ്സിൽ പെയ്തത്. കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പം താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വാക്കൊന്ന് സമാധാനിപ്പിക്കാനുണ്ടെങ്കിൽ അത് ഭയങ്കര ആശ്വാസമാകുമല്ലോ. അങ്ങനെ ഒരുമാതിരി സമാധാനത്തോടുകൂടിയാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നയനെ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശൻ നല്ല കലിപ്പിൽ ആയിരുന്നു. കാരണം മുത്തശ്ശൻ ആ ആദർശിന്റെ ഇപ്പോഴത്തെ സ്വഭാവം അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു. മുത്തശ്ശൻ അറിയാം ആദർശൻ നയനയോട് അത്ര ഇഷ്ടത്തിലൊന്നും അല്ല, തനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നീട് ആദർശ് വന്നു കഴിയുമ്പോൾ മുത്തശ്ശനെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശനോട്. ആദ്യമൊന്നും ആദർശ് അങ്ങനെ സമ്മതിച്ചു കൊടുത്തില്ല. പിന്നീട് ആദർശനോട് പറഞ്ഞു, എനിക്കറിയാം നീ എൻ്റെ അടുത്ത് കള്ളത്തരൊന്നും പറയണ്ട, നീ എന്നിൽ നിന്നെല്ലാം മറച്ചു വെക്കുക. എന്നെ കാണിക്കാൻ വേണ്ടി അല്ലടാ നിന്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ. അപ്പോൾ ആദർശ് സമ്മതിച്ചില്ല. അവസാനം മുത്തശ്ശൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈ മുറിയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് മെഡിസിൻ മേടിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് അവളുടെ ഫോണിൽ നിന്ന് വിളിച്ച നിന്നെ, പക്ഷെ നീ കോൾ എടുത്തില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവളെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അവൾ എൻ്റെ ഫോണിൽ നിന്നാണ് മെസ്സേജ് അയച്ചേ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? അവൾ നിന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു. അതിപ്പോൾ അവളെ തെറ്റി പറയാനുണ്ടോ? അവളുടെ സ്വന്തം ജീവന് വേണ്ടിയിട്ടല്ലോ ചെയ്തേ, അവളുടെ ചേച്ചിയുടെ ജീവന് വേണ്ടിയിട്ടല്ലേ. പിന്നെ നീ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആദർശിൽ ഒരു കുലുക്കമില്ലായിരുന്നു. ആദർശ് ഇത് എത്ര കേട്ടിരിക്കുന്നു എന്നൊരു ചിന്തയിലായിരുന്നു ആദർശ് പോയത്. പിന്നീട് ദേവേനി പറയുന്നുണ്ട്, അതെ അച്ഛനെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ
അനി അന്വേഷിച്ചിട്ട് മുംബൈയിൽ ഒരു നല്ല ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാരണവശാലും എന്നെ ആരും നോക്കാനും വേണ്ട, ഒന്നിനും വരണ്ട. അല്ലെങ്കിൽ ഞാൻ കുറെ കാലം കൂടി ജീവിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാലോ. എന്നെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ പലരും പലരോട് സ്നേഹം കാണിക്കണമെന്ന് പറയാണ്. ദേവയാനി ആദർശം പെട്ടു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പൊ എന്നെ നേരെയാക്കാൻ ആരും നോക്കണ്ട. ഞാൻ മെഡിസിനും കഴിക്കുന്നില്ല, അത് മാത്രമല്ല ഡോക്ടറെ കാണാനും ഒരുക്കുമല്ലെന്ന് പറയണം. മുത്തശ്ശൻ ഈ ഒരു ഉറച്ച നിലപാടെടുത്ത് കഴിയുമ്പോഴത്തേനും ആദർശം ഒന്നും മേലാത്ത അവസ്ഥയായിപ്പോയി. ഇത് ആദർശം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. നയന ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദർശം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് സഹിച്ചില്ല. നയന എന്ത് ചെയ്യുവാണ്, നേരെ മൂർത്തി മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശൻ ആഹാരം കഴിക്കുന്നില്ലേന്ന് ചോദിക്കുക. ഇല്ല, എന്താ, എനിക്കിപ്പോൾ ആഹാരം വേണ്ട. അല്ല, ഞാൻ ഇവിടെ കിടന്ന് ഇനിയിപ്പം ആഹാരം കഴിക്കാതെ മരിച്ചാൽ ഇവിടെ ആർക്കെന്താ, ഒരു കുഴപ്പമില്ല. എന്നോട് സ്നേഹമില്ലാത്തവരല്ലേ വീട്ടിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ആദർശം അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശം അവിടെ അങ്ങോട്ട് മാറി നിൽക്കുക. പറഞ്ഞു, ഇതെന്ത് വർത്താനോ മുത്തശ്ശൻ പറയണേ? മുത്തശ്ശൻ എനിക്ക് ഇഷ്ടമില്ലേ? മുത്തശ്ശനെ പട്ടിണി കഴിയുന്ന കാര്യമുണ്ടോ? ഞാൻ ഇവിടെ നിന്നത് തന്നെ എന്തിനാ? മുത്തശ്ശന് വേണ്ടി മാത്രമല്ലേ? അപ്പം മുത്തശ്ശൻ ആഹാരം കഴിക്കണം. ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട ആള് മുത്തശ്ശനല്ലേ? ആരൊക്കെ പറഞ്ഞാലും മുത്തശ്ശന് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഈ കുടുംബത്തെ തന്നെ വെട്ടിപ്പിരിക്കാൻ പോലും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശൻ ഇവിടെ ഉണ്ടാവും, എന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നയന ഇവിടെ ഉണ്ടാവുള്ളൂ. മുത്തശ്ശന് ആഹാരം കഴിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശൻ ഞാൻ പറയുന്നത് അനുസരിക്കുക. ആഹാരം കഴിക്കണം, മെഡിസിൻ കഴിക്കണം, നമുക്ക് ഡോക്ടറെ കാണണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം നയനെ പറഞ്ഞു ഒരു വ്യക്തി മൂർത്തി മുത്തശ്ശനെ കൊണ്ട് അങ്ങോട്ട് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ആഹാരമൊക്കെ കഴിക്കുക. ഇത് കണ്ടുകൊണ്ട് ആദർശ് മുറിയിലേക്ക് പോകുന്നത്. മുറിയിൽ ചെന്ന് പിന്നെ നയന എന്ന് കഴിയുമ്പോൾ ആദർശ് നയനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദർശിനോട് നയന പറഞ്ഞു, താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്റെ മുത്തശ്ശന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ, അത്രയും കരുതിയാൽ മതി. അത് മാത്രമല്ല, ആദർശിനോട് ഞാൻ ചെയ്ത ചെറിയ തെറ്റൊന്നുമില്ല, വലിയ തെറ്റ് തന്നെയാ. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആദർശനോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. മുത്തശ്ശന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ഒരു കാരണവശാലും മുത്തശ്ശന് ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനൊരു കുറച്ച് തീരുമാനം എടുത്തായിരുന്നു, വിൽപത്രം എഴുതാനായിട്ട്. അങ്ങനെ വക്കീല് വരുവാണ് മുത്തശ്ശൻ വിളിച്ചനുസരിച്ച്. വക്കീല് വന്നു കഴിഞ്ഞപ്പം വക്കീലുമായിട്ട് മുത്തശ്ശൻ സംസാരിക്കുക. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് കടന്നു തരുന്നുണ്ട്. പക്ഷെ മുത്തശ്ശനെ പോലും അകത്തേക്ക് മുത്തശ്ശൻ കയറ്റിയില്ല. അതെ, ഞാൻ കുറച്ച് സമയം തനിയെ വക്കീലിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. പക്ഷെ ബാക്കി ആർക്കും അറിയില്ലായിരുന്നു എന്തിനാന്ന്. ജലജയ്ക്ക് കാര്യം മനസ്സിലായി. ജലജ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുത്തശ്ശി ഒരു സംശയം പറഞ്ഞു. ജലജ കഴിഞ്ഞ ദിവസം മുറിയിൽ കയറിയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ദേവേനോട്. അപ്പൊ ദേവേനയ്ക്ക് സംശയം തോന്നി, ഇപ്പൊ ജലജ എന്തേലും ചെന്ന് പറഞ്ഞിട്ടാണോ അച്ഛൻ പെട്ടെന്ന് വക്കീലിനെ വിളിച്ചെന്നൊക്കെ. അങ്ങനെ വക്കീല് വന്ന് പോവാണ്. വക്കീല് വന്ന് പോയതിനു ശേഷം മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ കാലശേഷം നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് അടിയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എന്റെ കാലശേഷം നടപ്പിലാക്കണമെന്ന് പറയണം. കിടപ്പോൾ ആദർശ മുത്തശ്ശൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ഞാനൊരു വിൽപ്പത്രം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വിൽപ്പത്ര പ്രകാരമുള്ള കാര്യങ്ങൾ എന്റെ മരണശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് പറയണം. ഇത് കേട്ട ആദർശനും ദേവേനിക്കും സഹിച്ചില്ല. അപ്പൊ ദേവേന പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ സ്വത്ത് മോഹിച്ച് ആരും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ അച്ഛൻ വിൽപ്പത്രം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും സ്വത്തിന് വേണ്ടിയിട്ടല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ജലജയ്ക്ക് അറിയാം, എങ്ങാനും അച്ഛനെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടാതെ വരും എന്നൊരു ചിന്ത അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു വെച്ചതന്നെ. പക്ഷേ എങ്കിൽ മുത്തശ്ശൻ പറഞ്ഞ അതൊന്നും പറ്റില്ല, എന്റെ കാലശേഷം നടക്കേണ്ട പോലെ നിന്ന് നടക്കണമെന്ന് പറഞ്ഞ് വിൽപ്പത്രം കൊടുക്കുകയാണ്. പക്ഷെ ഇത് ആദർശിന് സഹിച്ചില്ല. കാരണം മുത്തശ്ശൻ എത്രമാത്രം വേദനിച്ചായിരിക്കും ആ വിൽപ്പത്രം എഴുതിയത് നന്നായിട്ട് അറിയാം. എന്നും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കാണാനാണ് മുത്തശ്ശന് ഇഷ്ടം. പക്ഷെ തന്റെ കാലശേഷമാണെങ്കിലും ഈ വീട് വെട്ടിപ്പൊളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ആത്മാവിന് പോലും ശാന്തി കിട്ടുകയല്ലെന്ന് ആദർശനും അറിയാം. അപ്പൊ ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് മൂർത്തി മുത്തശ്ശനോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അബിയുടെ വലിയ തന്ത്രങ്ങളും. പക്ഷെ അബിയുടെ തന്ത്രങ്ങളൊക്കെ അങ്ങനെ അവസാനം പൊളിയുന്നുണ്ട്. അബി എത്ര വലിയ തന്ത്രങ്ങൾ ഇറക്കിയാലും നയനയുടെ മുന്നിൽ ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ നയനയും ആദർശും നബി എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ട് അബിയെ തറ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.